ഇന്നത്തെ ലഞ്ച് ഒരു സാൽമൺ കറിയും ചോറുമാണ്. ഞാൻ സാൽമണൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് കറി വെക്കാം. ഉപ്പിട്ടൊന്ന് കഴുകട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ടൊമാറ്റോയും എടുത്തു. കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു ഷാലറ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇത് വിൽക്കുന്നത്. ആക്ച്വലി ലുക്സ് ലൈക്ക് സവാളയെ പോലെ ഉണ്ട്, പക്ഷേ ആ ഒരു ഷാലറ്റാണ്. അപ്പോൾ എന്തായാലും ഒരെണ്ണം ഇടാമെന്ന് ഇന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്ത് വെച്ച് മീൻ കറി ഉണ്ടാക്കാം. കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ കുറച്ച് പുളിവെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്നു. മീൻ ഇടാൻ വേണ്ടി ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുക. അപ്പം മീനകത്ത് ആ ഈ വെള്ളവും അതും കൂടി അങ്ങോട്ട്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. പുളിവെള്ളം തിളപ്പിച്ച പാത്രം ഞാൻ ഒന്ന് കഴുകിയെടുത്തു. ആക്ച്വലി അത് കഴുകേണ്ട, അതിനകത്തോടെ തന്നെയല്ലേ നമ്മൾ മീൻ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് എണ്ണ ഇടുമ്പോൾ ഒരു ക്ലീനായിട്ടുള്ളൊരു സർഫസ് വേണം. അപ്പോൾ ഞാൻ പുളിവെള്ളം തിളപ്പിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ച് ഇനിയും എണ്ണ ചൂടാക്കി കുറച്ച് ഉലുവ പൊട്ടിച്ചിടണം. എന്നിട്ട് ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നമ്മളെല്ലാം ചെയ്യുന്നതാണ്. കോക്കനട്ട് ഓയിലിലാണ് മീൻ വെക്കുന്നത്. ഉലുവ ഇട്ട് ചോറ് അടുപ്പേ വെച്ചിട്ട് കുറേ നേരമായി. ചോറ് വെന്തോന്ന് നോക്കട്ടെ. ചോറ് വെന്ത്. ചോറ് വാർക്കാം. മഞ്ഞൾ പൊടി ഇടാം, കുറച്ച് മുളക് പൊടി. ഇനി ഇതിനകത്ത് ഈ പുളിവെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചില്ലേ, അതൊന്ന് ഒഴിച്ച് പുളിയെല്ലാം ഒഴിക്കുക. ഇനി അത് തിളച്ചിട്ട് നമുക്ക് മീനകത്ത് കുറേ വെള്ളം കാണും. ഐ തിങ്ക് ഇത്രയും വെള്ളം മതി.
10 to 15 മിനിറ്റ്സ്, മാക്സിമം 20 മിനിറ്റ്സ് കുക്കിങ്ങേ ഉള്ളൂ. അപ്പോഴത്തേക്ക് റെഡിയാവും. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വേവട്ടെ. മീൻ വേകുന്ന സമയം കൊണ്ട് ചോറ് കഴിക്കാൻ എന്തെങ്കിലും ഒരു മധുരം വേണം. എന്തെങ്കിലും ആയാൽ മതി. പായസം ഏറെ ബെസ്റ്റ്. അങ്ങനെ ഇപ്പം മാങ്ങയേ ഉള്ളൂ, മാങ്ങ കട്ട് ചെയ്യാം. മാങ്ങ കട്ട് ചെയ്തെടുത്ത് മീനും ചോറും റെഡി.